എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ചിലർ പറയും, ഞാൻ എത്ര സത്യം പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന്. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല സത്യം. സത്യമെന്ന് പറയുന്നത് അത് പറയാനുള്ളതാണ്. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കള്ളമാണ്, സത്യമല്ല. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരായിട്ടല്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു മുറിവുകൾ ഉണക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിലെ അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും വീഴ്ചകളും ഒക്കെ അടങ്ങുന്ന അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഉയർച്ചകളുടെ പാഠമല്ല, ഉയർച്ചയിൽ നിന്നുള്ള പാഠവുമല്ല, പിന്നെയോ വീഴ്ചകളിൽ നിന്നാണ് ഏറ്റവും കൂടുതലും മനുഷ്യൻ പാഠങ്ങൾ പഠിക്കുന്നത്. ജീവിതം അങ്ങനെയാണ്. പുതിയ കാര്യങ്ങൾ പലതിൽ നിന്നും പഠിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും നമ്മളെ ചതിക്കുന്നവരെയും പറ്റിക്കുന്നവരെയും കബളിപ്പിക്കുന്നവരെയും ചേർത്ത് നിർത്തരുത്. നമ്മൾ ആരെയെങ്കിലും ചതിച്ചും പറ്റിച്ചും കബളിപ്പിച്ചും എന്തെങ്കിലുമൊക്കെ നേടുന്നു എങ്കിൽ അതൊരിക്കലും ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. ഒരുപക്ഷെ അതിൻ്റെ 10 മടങ്ങ് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. അതുകൊണ്ട് ശരിക്കും സത്യത്തിന്റെ പാതകളിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. സത്യത്തിന്റെ പാത എന്ന് പറയുന്നത് യേശുവാണ്. യേശുവാകുന്ന പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു. ആ സത്യത്തിന്റെ പാതകളിലൂടെ സഞ്ചരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.